ഈ അലാറം കേട്ടിട്ടോ 4:49 ഞാൻ എണീറ്റത്. അങ്ങനെ ഒരു കണക്കിന് അന്ന് എണീറ്റത് നന്നായി. എന്നെ കുറേ നേരം പണികളൊക്കെ കഴിച്ച് വെക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളൊക്കെ അവധിയാണതാ, കുറച്ചധികം നേരം നമ്മളിവിടെ ഇങ്ങനെ വന്നിരുന്നു. ഇന്നിപ്പോൾ അവധി കാണുന്നത് കൊണ്ടാണെന്നോ രാവിലെ ഒട്ടും മഴ ഉണ്ടായിരുന്നു, നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു കേട്ടോ. അതാ വീടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു ലോങ് വീഡിയോ ഇടാനാണ് വിചാരിച്ചിട്ടുള്ളത്. യൂട്യൂബിൽ കുറേ ആയി ലോങ് വീഡിയോ ഇട്ടിട്ട്, ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല, ഫേസ്ബുക്കിൽ മാത്രമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ യൂട്യൂബിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങിയതാണെന്ന്. സ്കൂളൊന്നുമില്ല. രാവിലെ എന്ത് കറി വെക്കുമെന്നുള്ള ചിന്തയിൽ ഞാൻ നേരെ പറമ്പിലേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മളെ ചേമ്പുംതാൾ കണ്ട്. ചേമ്പുംതാൾ നമുക്ക് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് തോരൻ വെക്കാം, ചിക്കൻ വാങ്ങാം. കുറേ ആയി നമ്മൾ ചിക്കനും മീനൊക്കെ വാങ്ങിയിട്ട്. ഇപ്പം പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ തറവാട്ടിൽ നിന്ന് നമ്മളെ ഇസക്കുട്ടി ഷോളൊക്കെ ഇട്ട്, സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഇവർക്ക് ഷോളൊക്കെ ഇട്ടിട്ട്, പണ്ട് നമ്മൾ ഇതേപോലെ കുറേ കളിച്ചിട്ടുണ്ടാവില്ലേ. പക്ഷേ അതും അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ജൂനിയർ മെസ്സി, ഇവിടെ മൊത്തം അർജൻറ്റീന ഫാൻസാണ് കേട്ടോ. അതേപോലെ തലേ ദിവസം ഞാൻ പപ്പായ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാറിടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചേമ്പുംതാൾ നല്ല കുനുകുനാന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് വേവിച്ച് തേങ്ങ അരപ്പും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാവും. അത് കൂട്ടിക്കുഴയ്ക്കുക. നമ്മുടെ ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ എന്ത് ചെയ്യാം, നമുക്ക് ഗ്രേവി ആക്കാമെന്നൊക്കെയാണ് പ്ലാനിങ്. അപ്പോൾ പ്ലാനിങ് ചെയ്യാൻ വേണ്ടി, ആ വീഡിയോ എടുക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച്. അപ്പോഴാണ് അയൽവാസിയിലെ താഴെത്താത്ത പപ്പായയ്ക്ക് വന്നത്. നമ്മുടെ റെഡ് ലേഡിയാണിത് കേട്ടോ. കാണുമ്പം മെലിഞ്ഞുണങ്ങിയതാണെങ്കിൽ നമുക്ക് ഒരുപാട് പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്ത് ഞാൻ നട്ട കുഞ്ഞു തൈയാണ് പപ്പായൻ്റെ. ഇതും റെഡ് ലേഡിയാണ്. നമ്മുടെ സജയ് മാഷ് പറവണ UP-യിൽ വർക്ക് ചെയ്യുമ്പം കൊണ്ടുവരായിരുന്നു പപ്പായ. ആ പപ്പായയുടെ വിത്തിട്ടിട്ടില്ല റെഡ് ലേഡി കണ്ട. കുഞ്ഞു മരമാണ്, തീരെ വണ്ണമൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടായതാണ്. ഇത് താരത്താത്താക്ക് വേണ്ടിയിട്ട് ഷാദ് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ വികൃത രൂപം കാണിച്ചു തന്നതാണ്. ഇസക്കുട്ടി ഇങ്ങനെ ഷോളൊക്കെ ഇട്ടിട്ട് വല്യമ്മയും വല്യപ്പൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചേമ്പുംതാൾ ഏകദേശം വെന്ത് സെറ്റായപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് അരപ്പ് ചേർത്തിട്ടോ, ജീരകവും ചെറിയ ഉള്ളിയും ഒക്കെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോര റെഡിയായി. ഇന്ന് ഷേഹയുടെ സ്പെഷ്യൽ ചിക്കനാണ് കേട്ടോ. യൂട്യൂബൊക്കെ നോക്കി ചെയ്യായിരുന്നു, പക്ഷേ സംഭവം നല്ല ടോപ്പ് ആയിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചു, ഉലുവ പൊട്ടിച്ചു, കറിവേപ്പില, വീട്ടിലെ കറിവേപ്പിലാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീടിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഒരു ദിവസം വീട് കിടക്കുന്ന ഒരു കോലാണ് കാണിക്കുന്നത്. ഇവൾ അത്യാവശ്യം ഓയിലൊക്കെ ഒഴിച്ച് ചെയ്യുന്നതായിട്ട് ഞാൻ വഴക്ക് പറയായിരുന്നു, എന്തിനത്ര ഓയിലെന്നൊക്കെ. അങ്ങനത്തെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് അച്ചാർ റെഡിയാവാണ്. എന്തെങ്കിലുമൊക്കെ ഒരു അച്ചാർ വേണം. ഇപ്പം പ്രത്യേകിച്ച് മഴക്കാലമാണ്, എന്നും മീനൊന്നും കിട്ടില്ല. നമ്മൾ കഞ്ഞി വെച്ചിട്ടൊക്കെ കഴിയണമെങ്കിൽ നമുക്ക് അച്ചാർ നിർബന്ധമാണല്ലോ. അങ്ങനെ ഞാനൊന്ന് വീടൊന്ന് കാണിക്കാൻ നിന്ന്. ചിക്കൻ കണ്ടപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എന്തൊക്കെയോ ചെയ്യണമെന്നാണ്. ഒരു വക അവൾ ചെയ്യുന്നുണ്ട്, ഇവിടെ വക ഷാദിൻ്റെ വക. ഷാദ് എന്തൊക്കെയോ കാന്താരി ചിക്കനാണെന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ അവസ്ഥയാണ് ഈ കിടക്കുന്നത്. ആകെ അലങ്കോലമായി കിടക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് നീറ്റാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അതാ കണ്ടില്ലേ, അതെല്ലാം അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞു. എൻ്റെ അടുക്കള ഞാൻ നല്ല സുന്ദരി കുട്ടിയാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാതും ക്ലീൻ ചെയ്ത് വെച്ചു. അടുക്കള അടിച്ചോരി തുടച്ച് വൃത്തിയാക്കിയിട്ട് രണ്ടടുക്കളയും നമ്മൾ ചെറിയ അടുക്കളയും ക്ലീനാക്കി വെച്ചു കേട്ടോ. അതാ അപ്പം ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. കാര്യപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും മഴയൊക്കെ അല്ലേ, പിള്ളേരും ഉണ്ട് വീട്ടിൽ, നമ്മളും ഉണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ട് സാധാരണ കഞ്ഞി വെച്ച് നടക്കുന്നതാണ്. അപ്പം ഇന്ന് ആ കഞ്ഞി എന്നൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു ഞങ്ങളിതാ. നല്ല ചോറ്, റേഷൻ അരിയുടെ ചോറാണ് കേട്ടോ. റേഷൻ അരി എന്ന് പറയുമ്പോൾ റേഷൻ അരിയുടെ പോലത്തെ അരി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത്, പെട്ടെന്ന് വേവുന്ന ചോറ്. എനിക്കതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത്. പിന്നെ ഷേഹയുടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ്, നമ്മുടെ ചേമ്പ് താൾ തോരന്, പപ്പടം, പിന്നെ നമ്മുടെ പപ്പായ അച്ചാർ. പിന്നെ ഞാൻ പറഞ്ഞാൽ അപ്പുറത്ത് ഷേഹ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ചിക്കൻ ഫ്രൈ ഒക്കെ. അപ്പോൾ ആ വക കാര്യങ്ങൾ. അങ്ങനെ അത് കഴിഞ്ഞ് തിന്ന് ഞങ്ങൾ കുറച്ച് നേരം കിടന്നു. വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എണീറ്റിട്ട് നല്ല വെള്ളക്കടല പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കട്ടൻ ചായയും കൂടെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ലോങ് വീഡിയോക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ കൂടി അത്യാവശ്യം ലോങ് ആയില്ല, കുഞ്ഞു ലോങ് വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.